അവളുടെ ഇപ്പോഴത്തെ പെരുമാറ്റം നവീന് ഇഷ്ടമല്ല, അളിയനും ഇഷ്ടമല്ല, സുമിത്രയ്ക്കും ഇഷ്ടമല്ല, അമ്മയ്ക്കും ഇഷ്ടമല്ല. അത് അങ്ങനെ തന്നെ തുറന്നു പോകുന്നതായിരുന്നു നമുക്ക് നല്ലത്. അതങ്ങനെ തന്നെ തുടർന്നു പോകണം. സിത്താര ശ്രീനിവാസന്റെ മോള് കാണിക്കുന്ന അഹങ്കാരം നിത്യേന അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അമ്മ, അവൾ എന്റെ തലയടിച്ചു പൊട്ടിച്ച ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് അമ്മ എനിക്ക് വാക്ക് തന്നതാണേ, പകരം അവളുടെ തല തല്ലി പൊളിക്കുമെന്ന്. നിക്ക്. ഞാനെന്താ നിങ്ങളോട് പറഞ്ഞേ? അവളുടെ തല പിളർക്കുമെന്ന്. അതെന്താ നിർമ്മലേ എടുത്തൊരു ചോദ്യം? അതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഉണ്ട് ചേട്ടാ. അവൾക്ക് മരുന്ന് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ നവീൻ ഒരു കാര്യം എടുത്തു പറഞ്ഞു. അവള് കഴിക്കുന്ന മരുന്ന് അളവ് തെറ്റി അധികം കഴിച്ചു പോയി കഴിഞ്ഞാൽ അത് അപകടമാണെന്ന്. എന്നുവെച്ചെന്താ, അവൾക്ക് ഇപ്പോഴുള്ള അസുഖത്തിന്റെ നേരെ ഇരട്ടിയുടെ ഇരട്ടിയോ ആകുമെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അവള് കഴിച്ചോണ്ടിരിക്കുന്ന മരുന്ന് കുറച്ചധികം സംഘടിപ്പിച്ചു തരാൻ ഉദയേട്ടനെ കൊണ്ട് പറ്റുമോ? അതിപ്പോ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ എങ്ങനെ നിർമ്മലേ? അതെ, ഉദയേട്ടന് പരിചയമുള്ള ഒരു മെഡിക്കൽ ഷോപ്പില്ലേ, കണ്ണഞ്ചിറ, അയാളൊന്ന് കണ്ടു നോക്കിയാലോ? സാധാരണ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാ ഡോക്ടറുടെ മരുന്ന് കുറിപ്പടിയില്ലാതെ അവൻ തരുന്നതാ. ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്നാ പിന്നെ അത് നടക്കട്ടെ. എടിമോളെ, നിന്റെ തലയ്ക്ക് അവളൊരു അടിയടിച്ചു. ഒരടി നമ്മൾ തിരിച്ചടിച്ചത് കൊണ്ട് പകരം വീട്ടിലാവില്ലല്ലോ. ഈ വീട്ടിനകത്ത് അവള് ഭ്രാന്തെടുത്ത് അലയുകയാണെങ്കിലോ? സിത്താര ശ്രീനിവാസന്റെ മകൾ ഇവിടെ കിടന്ന് അലറി വിളിക്കുകയാണെങ്കിലോ? ഒരു നിവൃത്തിയില്ലാതെ ഇവിടുള്ളവരെല്ലാരും കൂടെ ചേർന്ന് അവളെ മുറിക്കകത്ത് പൂട്ടിയിടുകയോ ചങ്ങലക്കിടാനോ ഒക്കെ തീരുമാനിച്ചാലോ? അതല്ലേടി നല്ലത്. അമ്മ, അങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവൂ? അതെ, ഇതിപ്പോ നമുക്ക് വലിയ അധ്വാനില്ലാത്ത കാര്യമാണ്. അവള് കഴിക്കുന്ന മരുന്നൊന്ന് കൂട്ടുക എന്ന ചെറിയ ജോലി മാത്രമേ നമുക്കുള്ളൂ. ബാക്കി ചെയ്യാനുള്ളത് അവളായിട്ടൊക്കെ ചെയ്തോളൂ. ഉദയേട്ടാ, പോയി എത്രയും പെട്ടെന്ന് മരുന്ന് സംഘടിപ്പിച്ചോണ്ട് വാ. അല്ല, അത് നമ്മൾ അവളെ കൊണ്ട് എങ്ങനെ കഴിപ്പിക്കും? മാർഗങ്ങളിങ്ങനെ നമ്മുടെ മുമ്പിൽ നീണ്ടങ്ങ് കിടക്കല്ലേ? അതിലേതെടുക്കണോ നമ്മളങ്ങ് ചൂസ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ചെല്ലാൻ നോക്കൂ ദേട്ടാ. എന്നാ പിന്നെ ഞാൻ പോയിടാം. നിർമ്മലേ, നിന്റെ കാശ് വല്ല ഇരിപ്പുണ്ടാടി? ഇതിനുള്ള ചില്ലറ പൈസ പോലെ നിങ്ങളുടെ കയ്യിലില്ലേ? എന്റെ കയ്യിൽ എവിടുന്നുണ്ടാവാനാടി? ഞാൻ ഈ വീട്ടിൽ നിന്ന് നക്കി തിന്നു ജീവിക്കുന്ന ആളല്ലേ. അങ്ങനെയുള്ള എന്റെ കയ്യിൽ എവിടുന്നാടി കാശ്? ശരി, നിങ്ങൾ പോ, ഞാൻ പൈസ ഇട്ടുതരാം. ഇട്ടുതരാം. പോ.